പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദി പറയാം. ഈ നമ്മുടെ ഈ വലിയ നോയമ്പിലെ 50 ദിവസം അല്ലെങ്കിൽ 40 ദിവസം നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിലുള്ള ഈ തീർത്ഥയാത്ര വലിയ അനുഗ്രഹപ്രദമായി കഴിഞ്ഞ വർഷം ചെയ്യാൻ സാധിച്ചു. ഈ വർഷവും ദൈവം നമ്മളെയൊക്കെ അതിനനുവദിച്ചു. നന്ദി പറയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നത് പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ്. ചരിത്രത്തിലൂടെ ചരിത്രം എവിടെ നോക്കിയാലും ഒരു ദൈവങ്ങളോ അല്ലെങ്കിൽ ഒരു അന്വേഷിച്ചു വന്ന ഒരു വലിയ ചരിത്ര പുരുഷന്മാരും ആരും തന്നെ, അല്ലെങ്കിൽ ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നവരോ ആരും തന്നെ പാപികളെ സ്നേഹിക്കുകയും പാപികളെ തേടി വരികയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും നല്ലവരെയും വിശുദ്ധരെയും ഒക്കെ കൂടെ നിർത്തി അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെയൊക്കെ മാത്രം കൂടെ നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ചരിത്ര പുരുഷന്മാരെ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നവരെയൊക്കെയാണ് നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ ബൈബിൾ മൊത്തം പരിശോധിക്കുമ്പോൾ പാപികളെ തേടി വരുന്ന ഒരു ദൈവം, പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, പാപികളോടുള്ള സ്നേഹത്തെ പ്രതി തന്നെ കുരിശിൽ ബലിയായി നൽകുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 4-ാം അധ്യായത്തില് സമറിയാക്കാരിയെ തേടി കിണറിൻകരയിൽ കാത്തിരുന്ന ഒരു ദൈവം. അതുകൊണ്ട് തന്നെ ആ സമറിയായിലൂടെ യാത്ര ചെയ്തു, ആ കിണറിൻകരയിൽ കാത്തിരുന്നു അവൾക്ക് വേണ്ടി, അവളെ സ്നേഹിക്കുന്നത് കൊണ്ട് അവളെ രക്ഷിക്കുവാൻ വേണ്ടി കാത്തിരുന്ന ദൈവം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 9-12 മുതലുള്ള വചനങ്ങള് നമുക്ക് കാണാൻ സാധിക്കും. മത്തായിനെ വിളിക്കുന്നത്, മത്തായിയുടെ വീട്ടില് ഭക്ഷണത്തിരിക്കുമ്പോൾ മറ്റു ഫരിസേയരും നിയമജരും ഒക്കെ കർത്താവിനെ കുറ്റപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് വന്നത് തന്നെ നമ്മളെല്ലാം പാപത്തിൽ നിന്നും രക്ഷിച്ച് എല്ലാവരെയും സ്വർഗത്തിന് യോഗ്യരാക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് എവിടെയെല്ലാം പാപത്തിന്റെ പിടിയിൽപ്പെട്ട് കിടക്കുന്നുണ്ടോ അവരെയൊക്കെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്ന് അവരെ കണ്ടെത്തി അവരെ രക്ഷിച്ചു കൊണ്ട് എടുക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്ന ദൈവം, അല്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ചു വരുന്ന ദൈവം, പാപി അങ്ങോട്ട് ചെന്നില്ലെങ്കിലും പാപിയെ തേടി വരുന്ന ദൈവം. ധൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, ധൂർത്തപുത്രൻ പന്നികളുടെ കൂട്ടിൽ നിന്നും അനുതാപത്തോടെ തിരിച്ചു വന്നപ്പോൾ ദൂരെ വെച്ച് കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് അവന് ഉമ്മ കൊടുത്തുകൊണ്ട് അവനെ തന്റെ പുത്രന്റെ സ്ഥാനത്തേക്ക് ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിക്കൊണ്ട് അവനെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തെ, വാരിപ്പുണരുന്ന, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ, പാപിനിയായ സ്ത്രീയുടെ മുമ്പിലും ഈശോ തന്റെ ആ ലക്ഷ്യം എന്താണ്, ഭൂമിയിലേക്ക് താൻ വന്നതിന്റെ ലക്ഷ്യം എന്തെന്ന് ഈശോ നമ്മെ കാണിച്ചു തരുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്, സമാധാനത്തോടെ പോയിക്കൊള്ളുക. കർത്താവിന്റെ ഈ സ്വഭാവം ഒരിടത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റാത്തത് യേശുവിൽ മാത്രമാണ്. ഈ പാപികളോട് ഇത്രമാത്രം സ്നേഹവും പാപികളെ തേടി അന്വേഷിച്ച് കണ്ടെത്തുന്ന, ഗരസേന്റെ നാട്ടിലേക്ക് പോയ പിശാച് ബാധിതനെ അന്വേഷിച്ചെന്ന് അവനെ സുഖപ്പെടുത്തുന്ന ഒരു കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും, 100 ആടുണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടിട്ട് 99നെയും വഴിയിൽ വിട്ടിട്ട് അല്ലെങ്കിൽ മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടി പോകുന്ന ഒരു ദൈവം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അതാണ്. സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രത്യേകത അതാണ്, നഷ്ടപ്പെട്ടതിനെ തേടി വന്ന് കണ്ടെത്തുക. അപ്പൊ പാപികളോട് അത്രമാത്രം സ്നേഹം കാണിക്കുന്ന ഒരു ദൈവം. മത്തായിയുടെ സുവിശേഷം 18:14 പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം എന്താന്ന്
പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവനായാലും എത്രമാത്രം ബുദ്ധിമുട്ട് എങ്ങനെ ജീവിക്കുന്നവനായാലും അവനെല്ലാം രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു സ്നേഹത്തിന്റെ നിറവ് പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ സുവിശേഷങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഈശോ കണ്ടെത്തിയത് പാപികളെയാണ്. അവസാനം കുരിശിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പും നല്ല കള്ളനെ അവനെയും രക്ഷിച്ചുകൊണ്ട് അവനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക തന്നു. കാരണം ഞാൻ പാപിയെ തേടിയ വന്നേ, പാപിയെ രക്ഷിക്കാനാണ് വന്നേ, പാപിയെ ഞാൻ സ്നേഹിക്കുന്നു. അതിനാൽ നമ്മെ പഠിപ്പിക്കുന്നു പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുക. കർത്താവിന്റെ പ്രവൃത്തികൾ അതായിരുന്നു. നമുക്ക് കാണാൻ പറ്റും അവസാനം കുരിശിൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ പോലും ആ ഓസ്ട്രേലിയൻ സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവിൻ. അവരെ കുറിച്ചുള്ള ആ ഒരു ഉത്കണ്ഠയോടുകൂടിയാണ് കർത്താവ് കുരിശിൻ ചുമന്നുകൊണ്ട് പോലും പോകുന്നത്. അവിടെയും നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവസാനം കുരിശിൽ അവസാന തുള്ളി രക്തവും ചിന്തിക്കൊണ്ട് കർത്താവ് തൻ്റെ ആ സ്നേഹം പ്രകടമാക്കുന്നത് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നും നമ്മളിൽ പലരും ജീവിച്ചിരിക്കുന്നതിന്റെ അടയാളം തന്നെ ഈശോ ദൈവം പാപികളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാനുള്ള അർഹതയില്ലാത്തവരാണ് പലരും. ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ല. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ്. എങ്കിൽ നമ്മൾ പാപം ചെയ്യാത്തവരാരുണ്ട്? അപ്പൊ പാപികളെ സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ടാണ് ആ പാപത്തിന്റെ ശമ്പളം മരണമായിരുന്നിട്ടും ആ മരണത്തിൽ നമ്മെ രക്ഷിച്ചുകൊണ്ട് തൻ്റെ ജീവനും രക്തവും എല്ലാം വിലയായി നൽകി നമ്മെ രക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മെ കാത്തിരിക്കുന്ന, നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തന്നോടും കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ആ സ്നേഹനിധിയായ പിതാവ്, ആ സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ, പാപികളോട് അത്ര കരുണ കാണിക്കുന്ന അപ്പൻ, പാപികളെന്ന് അവകാശപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും പാപികളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ഒരു വിധത്തില് പാപം ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ടാണ് ഈശോ ആ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ കൊണ്ടുവന്നപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയിട്ടേന്ന്. ആർക്കും കൈ പൊങ്ങിയില്ല. കാരണം സ്വയം തിരിച്ചറിയുന്ന എല്ലാവർക്കും അറിയാം, സ്വയം വിലയിരുത്തുന്നവർക്കറിയാം, സ്വയം ആത്മപരിശോധന നടത്തുന്നവർക്കറിയാം, നമ്മളെല്ലാവരും പാപികളാണ്. അപ്പൊ നമ്മളെല്ലാവരെയും ഇപ്പോഴും ചേർത്ത് പിടിച്ച്, മാറോട് ചേർത്ത് പിടിച്ച്, ധൂർത്തപുത്രനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിച്ച ആ പിടിക്കുന്ന ദൈവം പാപികളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ വലിയ നോയമ്പില് നമുക്ക് വലിയൊരു ഒരുക്കം നടത്താം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി, പുതിയ മനുഷ്യനായി മഗ്ദലന മറിയത്തെ പോലെ യേശുവിന്റെ പുനരുദ്ധാനം ദർശിക്കുവാൻ, മഹത്വം ദർശിക്കുവാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.